ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം, ഉത്തരസൂചികയാണ്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത 2024 മാർച്ച് നടന്ന എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്ന ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ ഡിസ്കഷൻ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇത് 3 വിഭാഗമായിട്ടാണ് ഈ ചോദ്യപേപ്പറിൽ സബ്ജക്റ്റ് ഉള്ളത്. ഓരോ വിഭാഗത്തിനും 15 സ്കോർ വീതമാണ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്കറിയാമല്ലോ കൂൾ ഓഫ് ടൈമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള എക്സാം അല്ല, കാരണം നമുക്കറിയാവുന്നതും ജനറൽ നോളജും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ നോക്കാം, ആരോഗ്യ കായിക വിദ്യാഭ്യാസം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ശാരീരിക സ്ഥിതി വൈകല്യത്തിൻ്റെ പേരെഴുതുക. അപ്പം ജലദോഷമല്ല, ക്യാൻസർ അല്ല, എയ്ഡ്സ് അല്ല, പിന്നെന്താണ്, ലോഡോസിസ് ആണ്. എന്താണ് ലോഡോസിസ്? ഒരു വൈകല്യമാണ്, ശാരീരിക വൈകല്യമാണ്. ഇനി വേഗമേറിയ താരം ഉസൈൻ ബോൾട്ട് ഏത് രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഇപ്പോൾ എവിടെയാണ്? ജമൈക്കയിലാണ് ഉസൈൻ ബോൾട്ടിൻ്റെ ജന്മദേശം. ഓക്കെ. എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷം. ഓക്കെ. അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കായിക ഇനമാണ് എന്താണ്? സ്കീയിങ്, കനോയിങ്, കയാക്കിങ് അല്ല, പാരാഗ്ലൈഡിങ്. ഓക്കെ. ഇനി അടുത്തത് ശാസ്ത്രീയമായ ഉയരം രേഖപ്പെടുത്താൻ കഴിയുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എന്താണ് സ്റ്റേഡിയോമീറ്റർ. ഓക്കെ. അപ്പോൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 5 ചോദ്യമുണ്ട്, 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അറിയാവുന്ന ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ജലത്തിൽ നടക്കുന്ന 4 കായിക ഇനങ്ങളുടെ പേരെഴുതുക. ഏതെങ്കിലും മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 മാർക്ക് വീതമാണ്. ജലത്തിൽ നടക്കുന്ന 4 കായിക ഇനങ്ങളുടെ പേരെഴുതുക. അപ്പോൾ ഒന്നറിയാം, നീന്തൽ, കനോയിങ്, കയാക്കിങ്, പാരാസൈലിംഗ്. ഓക്കെ. എന്തൊക്കെയാണ്? നീന്തൽ, കനോയിങ്, കയാക്കിങ്, പാരാസൈലിംഗ്. ഈ സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിന് സ്പോർട്സ് കാരണമാകുന്ന എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. ഇനി അടുത്തത് മെഡിസിൻ ബോൾ എന്ന ഉപകരണത്തിൻ്റെ ഉപയോഗം. എന്താണ് മെഡിസിൻ ബോൾ? മെഡിസിൻ ബോൾ എന്നതിൻ്റെ പേശി ശക്തിയും കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. വിവിധ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മെഡിസിൻ ബോൾ സഹായിക്കുന്നു. ഇനി വജ്രാസനം പരിശീലിക്കുന്ന ഘട്ടങ്ങൾ വിവരിക്കുക. കാൽമുട്ടുകൾ മടക്കി പാദത്തിൽ ഇരിക്കുക. പാദം ഇരിക്കാൻ അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിക്കുക. കൈകൾ നിവർത്തി കാൽമുട്ടിൽ വെക്കുക. ശരീരം നിവർന്നിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കാനാണ്. ഇപ്പോൾ കനോയിങ് ഏതുമായിട്ട് എവിടെ നടക്കുന്ന മത്സരമാണ്? ജലത്തിൽ നടക്കുന്ന മത്സരമാണ്. ഓക്കെ. ഐസ് ഹോക്കി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഐസ്. പാരാഗ്ലൈഡിങ് വായു. ഓക്കെ. ലോങ് ജമ്പ് കരയിൽ നടക്കുന്ന ഒരു മത്സരമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദീർഘനേരം നിൽക്കേണ്ട സാഹചര്യമുണ്ടായ തലചുറ്റൽ വരാതിരിക്കാനുള്ള കരുതലുകൾ എന്തെല്ലാം? പ്രഥമ ശുശ്രൂഷകൾ എഴുതുക. അപ്പോൾ ദീർഘസമയം നിൽക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രക്തചംക്രമണം, അതായത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. പിന്നെ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ അയവുള്ള വസ്ത്രങ്ങൾ, ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ, അതായത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. അപ്പോൾ സുഖകരമായ രീതി ഇരിക്കാനോ കിടക്കാനോ അനുവദിക്കുക. വായുസഞ്ചാരം ലഭ്യമാക്കുക. ഇനി അടുത്തത് ഹൃദയ ശ്വസനക്ഷമത എന്നാൽ എന്ത്? ഹൃദയ ശ്വസനക്ഷമത മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന 4 വ്യായാമങ്ങൾ എഴുതുക. അപ്പോൾ ഹൃദയ ശ്വസനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായ കായിക പ്രവർത്തന വേളയിൽ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഹൃദയ രക്തക്കൊഴലുകളുടെയും ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഹൃദയ ശ്വസനക്ഷമത. അപ്പോൾ ഇതിന് 4 വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? ജോഗിങ്, നടത്തം, എയറോബിക്സ് വ്യായാമങ്ങൾ, അതേപോലെ തന്നെ യോഗാസനങ്ങൾ എല്ലാം ഇതിന് സഹായിക്കും. ഇനി അടുത്തത് കലാവിദ്യാഭ്യാസമാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇംപ്രഷനലിസം എന്ന പേരുണ്ടായത് ഇംപ്രഷൻ സൺറൈസ് എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ഈ ചിത്രം രചിച്ചത് ആരാണ്? ക്ലോത്ത് മോണയാണ് ഇത് രചിച്ചത്. ക്ലോത്ത് മോണെ. ശ്രുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് തമ്പുരു. ചുവടെ കൊടുത്തിരിക്കുന്ന ഈ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം തിരഞ്ഞെടുക്കുക. ഏതാണ്?
മോഹിനിയാട്ടമാണല്ലേ. മോഹിനിയാട്ടം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് മോഹിനിയാട്ടം. അത് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഇമോജിയിലെ ഭാവം ഏത്? എന്താണ്? സങ്കടമാണല്ലേ. ഇതൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് വാട്സപ്പിൽ അല്ലേ. ഇനി അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ശില്പകലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ഏത്? അപ്പോൾ ശില്പകലയിലാണ്. ശില്പകലയിൽ ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഓക്കെ. പാലക്കാട് മലമ്പുഴയിലുള്ള ശില്പങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത സംഗീതജ്ഞൻ്റെ പേരെന്ത്? ആരാണ്? SP ബാലസുബ്രഹ്മണ്യമാണ്. ഇനി അടുത്തത്, ഒറ്റയ്ക്ക് പാടുമ്പോഴും സംഘമായി പാടുമ്പോഴും ആലാപനം മികവുറ്റതാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം? എന്താണ്? ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രുതി, താളം അല്ലേ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കളിമൺ നിർമ്മാണത്തിൻ്റെ 2 ഘട്ടങ്ങൾ എഴുതുക. ഇപ്പോൾ നിർമ്മിക്കുന്ന ശില്പത്തിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായ ഒരു പലക, ശില്പത്തിൻ്റെ ഘടനയും ബലവും നിലനിർത്തുന്ന ഒരു ആർമേച്ചർ, അതിനുള്ളിൽ ക്ലേ ഉപയോഗിച്ച് ശില്പം പൂർത്തിയാക്കണം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. വാദ്യോപകരണങ്ങളുടെ പേര് എഴുതാനാണ്. ഇതെന്താണ്? എന്താണ്? വീണയാണ്. വീണ. ഇതെന്താണ്? ഗിറ്റാറാണ്. രണ്ടാമത്തേത്, മൂന്നാമത്തേത് മൃദംഗമാണ്. നാലാമത്തേത് ഇടയ്ക്കയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നൃത്താവിഷ്കാരമായി മാറ്റുമ്പോൾ പ്രധാനമായും ഏതൊക്കെ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാം? 2 കഥാപാത്രങ്ങളുടെ പേരെഴുതുക. അപ്പോൾ എന്താണ്? പൂതം, ഒന്ന് പൂതം, ഒന്ന് അമ്മ, നങ്ങേലി, ഉണ്ണി. ഓക്കെ. ഇത് 3 കഥാപാത്രങ്ങളാണുള്ളത്. പൂതം, അമ്മ, നങ്ങേലി. ഇനി അടുത്തത് എന്താണ്? മുഖംമൂടി നിർമ്മിക്കാൻ ആവശ്യമായ ഏതെങ്കിലും 4 സാമഗ്രികളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? കാർഡ്ബോർഡ് എഴുതാം, കത്രിക എഴുതാം, പശ എഴുതാം, നൂല് എഴുതാം. ഓക്കെ. ഇനി അടുത്തത്, ചിത്രശലഭങ്ങളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടം നിങ്ങളുടെ ഭാവനയെ കണ്ട് വരച്ച് നിറം നൽകുക. ഓക്കെ. അങ്ങനെ നിങ്ങൾ നല്ല ഭംഗിയിൽ വരച്ചാൽ 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അടുത്തത്, വളരെ നാളുകൾക്ക് ശേഷം ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടി 2 സുഹൃത്തുക്കൾ നടത്തുന്ന സംഭാഷണം നിങ്ങളുടെ ഭാവനയിൽ എഴുതും. കുറഞ്ഞത് 5 സംഭാഷണങ്ങളും വേണം. ഓക്കെ. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനൊന്നും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത സെക്ഷനാണ് പ്രവൃത്തി പഠനം. ഓക്കെ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 ഉത്തരം എഴുതുക. ലെയറിംഗ് രീതിയിൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാത്ത സസ്യമേത്? ഇതിലേതാണ്? വാഴയാണ്. ഓക്കെ. ജൈവ കീടനാശിനി അല്ലാത്തത് ഏത്? ഏതാണ്? എൻഡോസൾഫാൻ. ഔഷധ സസ്യങ്ങളിൽ പെടാത്ത സസ്യം ഏത്? ഏതാണ്? ജമന്തി. വസ്ത്രനിർമ്മാണ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? എന്താണ്? ഒറിഗാമി. ഓക്കെ. ഇനി ആശംസാ കാർഡിൽ മാർബിളിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഏത്? ഇനാമൽ പെയിൻറ്റ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സസ്യ ഉദ്യാനത്തിൽ നിൽക്കുന്ന ഔഷധ സസ്യങ്ങളെ വേർതിരിച്ചറിയുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ്? അപ്പോൾ എന്താണ്? പ്രത്യേകമായ ഒരു സ്ഥലം കണ്ടെത്തി ഔഷധ സസ്യം നമ്മൾ നട്ടുപരിപാലിപ്പിക്കണം. അതേപോലെ തന്നെ വേറെന്താ ചെയ്യേണ്ടത്? ഓരോ സസ്യത്തിൻ്റെയും മുകളിൽ നമ്മൾ പേരെഴുതി പ്രദർശിപ്പിക്കാം. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാണുന്നതാണല്ലേ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? 7ാമത്തെ ചോദ്യം, ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേര് ക്രമപ്പെടുത്തുക. അപ്പോൾ ഇതെന്താണ്? ഇത് ഓഫീസ് ഫയലാണ്. ഇതെന്താണ്? 2ാമത്തേത് ഫ്ലെക്സി ഫയലാണ്. 3ാമത്തേത് ഓഫീസ് എൻവലപ്പാണ്. 4ാമത്തേത് റൈറ്റിംഗ് ബോർഡാണ്.